ഇത്ര പെട്ടെന്ന് അച്ഛന്റെ സ്ഥാനം ഏറ്റെടുക്കേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതേയല്ല. അച്ഛന്റെ സൈക്കിൾ, അച്ഛന്റെ കൂട, നല്ല പരിചയക്കുറവുണ്ട്. ജനിച്ചിട്ട് ഇത്രയും കാലം കൊണ്ട് ശരിക്കു പറഞ്ഞാൽ അച്ഛനെന്നല്ല ഒരു നല്ല മകൻ പോലും ആകാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് വല്ലാത്തൊരു ടെൻഷൻ. എനിക്കറിയാം, അമ്മ പലപ്പോഴും പറഞ്ഞതാ അവിടെ വന്ന് ചേട്ടനെ കണ്ടും സംസാരിക്കാൻ. പിന്നെ നിങ്ങളുടെ വിഷമങ്ങൾക്കിടയ്ക്ക് എന്റെ കാര്യം പറഞ്ഞു വരുന്നത് ശരിയായില്ലെങ്കിലും തോന്നി. അമ്മണി അച്ഛന്റെ വളരെ പെറ്റായിരുന്നു. സേതുവോടെ വരികയും കൂടുതൽ അറിയുകയും ചെയ്തതോടെ വളരെ സന്തോഷത്തിലായിരുന്നു അച്ഛൻ. അതുകൊണ്ടാണ് അച്ഛൻ തീരുമാനിച്ച ദിവസം തന്നെ ഈ കല്യാണം നടത്തണമെന്ന് ഞാൻ പറയുന്നത്. ആർഭാടങ്ങളൊക്കെ കുറവായിരിക്കും. ഒറ്റ നിർബന്ധം എനിക്കുള്ളൂ, എന്റെ മോളെ നന്നായി നോക്കണം. അച്ഛനെ ഒരിക്കൽ നഷ്ടപ്പെട്ടവനാണ് ഞാൻ. അതേ അച്ഛനെ വീണ്ടും നഷ്ടപ്പെട്ടൊരവസ്ഥയാണിപ്പോ. ആർഭാടങ്ങളൊന്നും വേണ്ട. നിശ്ചയിച്ച ദിവസം തന്നെ ഞാൻ അമ്മണിയെ സ്വീകരിക്കും. ഒരിക്കലും വിഷമിപ്പിക്കാതെ ഞാൻ അവളെ നോക്കും. എനിക്ക് വലിയേട്ടന്റെ അനുഗ്രഹം മാത്രം മതി. അച്ഛന്റെ അനുഗ്രഹം വാങ്ങുമോളെ. കല്യാണത്തിന് ഒരു മുട്ടുസൂചി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കണക്ക് ഇതിനകത്തുണ്ട്, വേണമെങ്കിൽ അത് നോക്കാം. എനിക്കൊന്നും കാണണ്ട. കാണണമെന്ന് ഏട്ടൻ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അതിലൊരു തെറ്റുമില്ല. ഏത് കണക്കും അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ നാളെ മറ്റന്നാൾ അനാവശ്യ പറച്ചിൽ ഒഴിവാക്കാലോ, അല്ലേ ഏട്ടാ? ചെലവിന്റെ കണക്ക് ഏട്ടൻ വിട്. ബാക്കി എത്രയുണ്ടെന്ന് പറ. അതോ പ്രോവിഡന്റ് ഫണ്ട് മുഴുവൻ അങ്ങ് പ്രോവിഡന്റ് ഫണ്ട് ആയോ? ബാക്കി ഇനി 19,317 രൂപ 80 പൈസ ഉണ്ട്. എന്റെ അമ്മേ, ബാക്കി മുഴുവൻ ചെലവായോ? എന്റെ കല്യാണത്തിന് മൊത്തം ചെലവായത് അത്രേ ഉള്ളൂ. ബാക്കിയുള്ളത് മുഴുവൻ പൊന്നാക്കി അമ്മണിക്ക് അങ്ങ് കൊടുത്തോ? ബാക്കിയുള്ളത് വെച്ച് പൊന്നുകൊണ്ടൊരു ഹെൽമെറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പോയാ നമുക്ക്. സേതുവിന് ഏതായാലും ഒരു ബൈക്ക് ഉണ്ടല്ലോ. ആ പറഞ്ഞതിനർത്ഥം എന്റെ ഭർത്താവ് ഇവിടുത്തെ 2ാം ഗ്രേഡ് അളിയനാണെന്നല്ലേ? ചില നേരത്തെ അളിയന്റെ സ്വഭാവം കണ്ടാല് അങ്ങേർക്ക് ഗ്രേഡ് ഉണ്ടോന്ന് തന്നെ എനിക്ക് സംശയം. ആ സംശയം നല്ലതാ. ഇവിടുത്തെ ഗ്രേഡുള്ള ആൾക്കാർ തന്നെയാ ഗ്രേഡ് ഇല്ലാത്ത ഒരു അളിയനെ എനിക്ക് തന്നത്. ചുരുക്കി പറഞ്ഞ അച്ഛന്റെ പ്രോവിഡന്റ് ഫണ്ട് തീർന്നതും അമ്മയുടെ കല്യാണം നടന്നതും മിച്ചം. ഇനി കിട്ടാനുള്ള അച്ഛന്റെ ഇൻഷുറൻസാ. അതിന്റെ കടലാസ് വെച്ച് താമസിപ്പിക്കാതെ എത്രയും പെട്ടെന്ന് കൊടുക്കണമെന്നാ എന്റെ ചേട്ടൻ പറഞ്ഞത്. അതിന് നമ്മുടെ ചേട്ടന്റെ പേരിലല്ലല്ലോ അച്ഛൻ ഇൻഷുറൻസ് എടുത്തത്, അമ്മയുടെ പേരിലല്ലേ? ആരുടെ പേരിലായാലും. ഒന്ന് നിർത്ത്. ഒരാൾ മരിച്ചു എന്ന് അറിഞ്ഞാലൊന്നും ഉടനെ നെഞ്ചത്തടിച്ച് നിലവിളിച്ച് ഇൻഷുറൻസ് തരാൻ പണവും തരികയില്ല. അതിന് ചില ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. താങ്ക് യു സാർ. സർവീസിൽ എനിക്കൊരു തൊഴിലാളി മരിച്ച അയാളുടെ മക്കൾക്കോ ഭാര്യയ്ക്കോ എന്തെങ്കിലും ഒരു ജോലി കൊടുക്കുക എന്നത് ഈ കമ്പനിയുടെ ഒരു കീഴ്വഴക്ക. അടിയോടി പറഞ്ഞ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. വളരെ സത്യസന്ധനായ ഒരു വ്യക്തിയായിരുന്നു കൃഷ്ണക്കുറുപ്പ്. എന്തെങ്കിലും ഒരു ജോലി എന്നേ നിയമമുള്ളൂവെങ്കിലും കുറുപ്പിന്റെ കാര്യത്തിൽ ഞാൻ അല്പം കൂടെ കരുണ കാണിക്കാം. നിങ്ങൾക്ക് അഡ്മിനിസ്ട്രേഷൻ വിങ്ങിൽ തന്നെ ഒരു പോസ്റ്റ് തരാം. വളരെ സന്തോഷമുണ്ട്. ഇങ്ങനൊരു സഹായം സാറിന്റെ മനസ്സിലുണ്ടെന്ന് അടിയോടി പറഞ്ഞപ്പോ എനിക്ക് വിശ്വാസമായില്ല. അത് ഇത്ര പെട്ടെന്ന്. ഞാൻ പറഞ്ഞില്ലേ, ഇതിലൊരു കരുണയുടെ അംശം മാത്രമേ ഉള്ളൂ. ഞാനത് ചെയ്യുന്നു. പിന്നെ ഒരപേക്ഷയുണ്ട്. ഈ ജോലി എനിക്ക് തരുന്നതിനേക്കാൾ എന്റെ അനുജന് കൊടുക്കുന്നതാണ് കുറച്ചുകൂടെ സന്തോഷം. അവൻ ബികോം നല്ല മാർക്കിൽ പാസ്സായിട്ടുണ്ട്. വളരെ സ്മാർട്ടാണ്, വളരെ സിൻസിയറാണ്. സത്യത്തിൽ ഒരു ജോലി ഇല്ലാത്തതിന്റെ ഫ്രസ്ട്രേഷൻ മുഴുവൻ അനുഭവിക്കുന്നത് അവനാണ്. ഞാനിങ്ങനെ പല പൊടിക്കൈകളും ചെയ്ത് എങ്ങനെങ്കിലും അങ്ങ് ജീവിക്കും. സാറിനറിയാമല്ലോ, അവനൊരു ജോലി കിട്ടാൻ ആഗ്രഹിച്ചു പോകുമ്പോഴാണ് അച്ഛൻ അപകടത്തിൽപ്പെട്ട് മരിക്കുന്നത്. എന്നാലും മൂത്ത മകൻ എന്ന നിലയ്ക്ക് ഒരു ജോലി നിന്റെ കയ്യിൽ ഉണ്ടാവുന്നതല്ലേ അമ്മയ്ക്കൊരു ശക്തി. ഹേയ്, അങ്ങനൊന്നുമില്ല. ഞങ്ങൾ രണ്ടുപേരും അമ്മയ്ക്ക് ഒരേപോലെയാ.
ഈ ജോലി അവന് കൊടുക്കുന്നതിൽ സാറിന് വല്ല വിഷമമുണ്ടോ? വിഷമമുണ്ടായിട്ടല്ല, നേരാവണ്ണം കോൾ ചെയ്ത് ഇന്റർവ്യൂ നടത്തുകയാണെങ്കിൽ അനിയന്റെ ബികോം പോരാ. പക്ഷേ ഈ കാര്യത്തിൽ ഞാൻ അത്ര കാര്യമായി എടുക്കുന്നില്ല. താങ്ക് യു സാർ. പിന്നെ എനിക്ക് പകരമാണ് ഈ ജോലി കിട്ടുന്നതെന്ന് അവൻ അറിയണ്ട. അവനത് ഫീൽ ചെയ്യും. അമ്മേ അമ്മേ, എനിക്ക് ജോലി കിട്ടി. അച്ഛന്റെ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഓർഡർ വന്നു. ഇന്റർവ്യൂ ഇല്ല, ഒരു ചുക്കുമില്ല, നേരിട്ടൊന്ന് കാണണം, അത്രേ ഉള്ളൂ. ഇങ്ങിതാ നോക്കട്ടെ. വേണ്ട, നനയും. അല്ലെ തന്നെ അമ്മയ്ക്ക് വായിച്ചാ എന്താ മനസ്സിലാവുക? അച്ഛൻ അറിഞ്ഞോ വിനയന് അവന്റെ അച്ഛന്റെ കമ്പനി തന്നെ ജോലി ശരിയായിന്ന്? ഏത് സെക്ഷനിലാ? അച്ഛന്റെ സെക്ഷൻ അല്ല, എനിക്ക് സ്ഥാനക്കയറ്റമുണ്ട്. അച്ഛന്റെ കുപ്പായം തന്നെ ഇടേണ്ടി വരുമെന്ന് ഞാനൊന്ന് പേടിച്ചു. ഇത് ഉഗ്രം ജോലിയാണമ്മേ. 6 മാസത്തെ ട്രെയിനിങ് ഒന്ന് കഴിഞ്ഞോട്ടെ, ഞാൻ വിലസുന്നത് കാണിച്ചു തരാം. ആ, എനിക്ക് അതല്ല മനസ്സിലാവാത്തത്. അച്ഛൻ പണ്ട് കൊടുത്ത ആപ്ലിക്കേഷനാണ് അച്ഛൻ മരിച്ചപ്പോൾ അവർ പരിഗണനയ്ക്കെടുത്തത്. ഏട്ടന്റെ ബയോഡേറ്റ അവിടെയുണ്ട്. അവർക്കെന്താ മലയാളം എമ്മ വേണ്ടേ? ഒരു ജോലി കിട്ടിയപ്പോ അവന്റെ ഒരു സന്തോഷം കണ്ടില്ലേ? എടാ, നീ എത്ര വലിയ ബികോംകാരനായാലും എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. എന്താമേ, ഒരു ജോലി കിട്ടി നീ ഇങ്ങനെ തുള്ളിച്ചാടുന്നത് കാണാനാടാ കരുതേ നമ്മുടെ അച്ഛനും കൊതിച്ചത്. ഏതായാലും നന്നായി. ആഹാ, നല്ല സ്കെയിലാണല്ലോ. സർക്കാർ സർവീസിൽ ഇതൊരു ഗസറ്റഡ് സ്കെയിലാ. പ്രൊബേഷൻ കഴിഞ്ഞാൽ എനിക്ക് ഓഫീസിൽ സ്വന്തമായിട്ടൊരു ക്യാബിൻ കിട്ടുമെന്ന് അടിയോടി പറഞ്ഞത്. അടിയോടി വേറെ വല്ലതും പറഞ്ഞോ? എന്തു പറയാൻ, കമ്പനിയിൽ അയാൾ എന്റെ എത്ര താഴെയാട്ടാ. നീ ഈ പറയുന്നതൊന്നും ശരിയല്ല വിനയ. അത്രയും താഴത്ത് അയാളോടൊപ്പം കമ്പനിയിൽ വേറെയും ഒരാളുണ്ടായിരുന്നു, നിന്റെ അച്ഛൻ. നീ അത് മറക്കണ്ട. ഓ, സെന്റിമെന്റ്സ് എന്ന് വെച്ച് ഞാൻ അയാളുടെ സൈക്കിളിന്റെ പിന്നിൽ പോണോ? ഈ അമ്മ ഏത് ലോകത്താ ജീവിക്കുന്നത്? ആ, പിന്നെ ഒരു കാര്യം, എനിക്കൊരു 5-6 പാന്റും ഷർട്ടും വേണം. കല്യാണത്തിന്റെ ബാക്കിയുള്ള പ്രോവിഡന്റ് ഫണ്ട് എനിക്ക് വേണ്ടി ഒന്ന് മുറിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി സമയം കളയണ്ട, എനിക്ക് തന്നേ പറ്റൂ. ശമ്പളം കിട്ടുമ്പോൾ ഞാൻ തിരിച്ചു തരാം. നല്ല തുടക്കം. അമ്മ ഉറങ്ങിയില്ലേ? നീ ഒന്നും കഴിച്ചില്ലല്ലോ മോനെ? ഇല്ല, എനിക്കെന്തോ വിശപ്പ് തോന്നിയില്ല. വിനയൻ ഉറങ്ങിയോ അമ്മേ? ഉറങ്ങി. രാവിലെ നേരത്തെ വിളിക്കണമെന്ന് പറഞ്ഞു. നാളെ അവന്റെ പേരില് അമ്പലത്തിലൊരു വഴിപാട് നടത്തണം. ഏതായാലും ഒരു ജോലി ചേരാൻ പോവല്ലേ. നിന്റെ ഈ മനസ്സാണ് നിനക്ക് വിശപ്പില്ലാതാക്കിയത്. കയ്യിൽ വന്ന ജോലി അനിയന് വെച്ച് വിളമ്പിയിട്ട് നീ പട്ടിണി കിടന്നു. നിനക്ക് വിശക്കുന്ന കാര്യം അവനോട്ട് അറിയുന്നുമില്ല. അതൊന്നും സാരമില്ല അമ്മേ. ഈ പ്രായത്തില് അതൊക്കെ ഉണ്ടാവും. എനിക്ക് ഏതായാലും ഒരു STD ബൂത്തുണ്ട്. അവിടെ പൾസ് റീഡിങ്ങിന് ഒരു കമ്പ്യൂട്ടറോടെ വെച്ച് കഴിഞ്ഞാൽ നല്ല കളക്ഷൻ ആയിരിക്കും. അച്ഛന്റെ പ്രോവിഡന്റ് ഫണ്ടിൽ ബാക്കി വന്ന പണം നീ എന്നെ ഏൽപ്പിച്ചതായത്. ഈ കാശ് കൊണ്ട് നീ പറഞ്ഞ കമ്പ്യൂട്ടർ കിട്ടുമെങ്കിൽ അതൊന്ന് അവിടെ വാങ്ങി വെക്കേ. ഗസറ്റഡ് റാങ്കിലെ ശമ്പളമില്ലെങ്കിലും നീ ഒന്ന് ജീവിച്ചു കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അച്ഛൻ പോയതിനു ശേഷം മുത്തച്ഛൻ ആ വലിവ് വീണ്ടും തുടങ്ങി. ഞാൻ ഇച്ചിരി ചൂടുവെള്ളം വെച്ച് കൊടുക്കട്ടെ? ഇതെന്താ ബൈക്കിലൊക്കെ? എന്റെ രാജയോഗം തുടങ്ങി. ബൈക്ക് രാജാവിന്റെ ഒന്നുമല്ല, ഒരു പ്രജയുടെ നിന്ന് തൽക്കാലം കടം വാങ്ങിയതാ. സ്വന്തമായിട്ട് ഒരെണ്ണം ഉടനെ വാങ്ങും, നല്ല ചോപ്പ് കളറിൽ. ഇതാ കണ്ടോ, ഈ പാന്റിന് 600 രൂപ, ഷർട്ടിന് 440 രൂപ, അതിനേക്കാളൊക്കെ കൂടിയതായി ഷൂസ് 899 രൂപ 95 പൈസ. നല്ല എക്സ്പോർട്ട് ലെതർ. പിന്നെ ഈ ഗ്ലാസിന് എന്താ പറ്റിയത്? ഒന്നും പറ്റിയിട്ടില്ല, എനിക്കൊരു ജോലി കിട്ടി. 3 ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്ന മൾട്ടി ക്രോർ ടേൺ ഓവറുള്ള ഒരു കമ്പനിയുടെ അന്തസ് എന്റെ ഈ എക്സിക്യൂട്ടീവ് വേഷത്തിലില്ലേ? Of course, you look like a perfect executive. ആ, നിന്റെ അച്ഛനെ ഒന്ന് കണ്ടിട്ട് ഞാനൊന്ന് പോകുന്നുള്ളൂ. അച്ഛനും അമ്മയും ആരുമില്ല. അച്ഛൻ ബേക്കറി പോയി, അമ്മ ഒരു കസിന്റെ വീട്ടിലും. ഈ വേഷത്തിൽ വന്ന് കല്യാണ തീയതി നിശ്ചയിച്ചിട്ട് പോവാന്നാ ഞാൻ വിചാരിച്ചത്. ആ, വരുമ്പോ പറഞ്ഞേക്ക് ഇനി ഒരു സ്ഥിരം ജോലിയുടെ ആവശ്യം എന്നോട് മിണ്ടി പോരുതെന്ന്. കാപ്പി കുടിച്ചിട്ട് പോവാം. കാപ്പിയൊക്കെ പിന്നെ. ഓഫീസിൽ വലിയ AC റൂമിൽ ഞാനൊന്ന് ബെല്ലമർത്തിയാൽ മതി, പ്യൂൺ വന്ന് ഭവ്യതയോടെ നിൽക്കും എന്റെ ആജ്ഞ കേൾക്കാൻ. കാപ്പിയും ചായയും ബോൺവിറ്റയും ഒക്കെ റെഡി. അയാളോടെ തൽക്കാലം ഒരു കൊട വാങ്ങിച്ചു തരാൻ പറ. എന്തിന്? അർദ്ധരാത്രി ചൂടാൻ. അല്പനർത്ഥം കിട്ടിയാലേ കൊടയുടെ ആവശ്യമുള്ളൂ, യോഗ്യത ഉള്ളവൻ അത് വേണ്ട. അയ്യോ, പോലീസ് ഉദ്ഘാടനോ?
നിന്റെ 16 അടി അല്ല തിരുത്തിന്റെ സാർ, എന്റെ ബൂത്തിന്റെ. ബൂത്തോ? സാർ സമയത്ത് തന്നെ എത്തി. സാറിനെ എങ്ങനെ ഒന്ന് ബന്ധപ്പെടണമെന്ന് കരുതി ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഞാൻ വിഷമിച്ച് ബ്രേക്ക് ഇട്ടില്ലായിരുന്നു, രക്ഷപ്പെടില്ലായിരുന്നു. എന്താ കാര്യം? ഞാൻ ബൂത്തില് കമ്പ്യൂട്ടർ വെച്ചു. വെച്ചോളൂ, അതിന്റെ ഉദ്ഘാടനമാണ്. നടത്തിക്കോളൂ. അതൊന്ന് ഉദ്ഘാടനം ചെയ്തു തരണം. ഏ? ആദ്യത്തെ വിളി ഫ്രീ ആണ്, എന്റെ പേരിൽ ടോട്ടലി ഫ്രീ. ഞാൻ ഇതുവരെ ഈ ബൂത്തൊന്നും അങ്ങനെ പറയരുത് സാർ, ഇത് എന്റെ ഒരു ആഗ്രഹമാണ്. സാർ ഫ്രീ ആയിട്ടൊരു എസ്റ്റേറ്റ് വിളിച്ച് എന്നെ ഒന്ന് അനുഗ്രഹിക്കണം. ഓക്കെ. ഓ. സോറി, മാറിക്കടാ. ഒന്ന് മാറി, ഞാൻ മാറി. സ്റ്റുഡിയോ വിളിക്കട്ടെ. ഇങ്ങോട്ടിരിക്കാലോ. ഇറ്റ്സ് ഓൾ റൈറ്റ്. എന്റെ IPSന്റെ കാര്യം അമ്മാവരോട് അന്വേഷിക്കണം. പുള്ളി ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ആണ്. ആ. ഡൽഹി കോഡ് എത്രയാ? ഡൽഹി 011. 011. ആ, താങ്ക് യു. പുള്ളിക്കാരൻ ഒരു കവിതാ പ്രേമിയാണ് കേട്ടോ. ആ. ആ, ലൈൻ കിട്ടി, ബെല്ലടിക്കുന്നുണ്ട്. സ്റ്റോപ്പ്. ഹലോ അമ്മ, ഞാനാണ് രാമു. എന്റെ IPSന്റെ കാര്യം എന്തായി? വേണ്ട കേന്ദ്രങ്ങളിൽ പ്രഷർ ചെലുത്തിയോ? ഓ, താങ്ക് യു അമ്മാവ. ആ. 1 സെക്കൻഡ് അമ്മാവ. ഈ അടുത്ത കാലത്ത് ഒരു നല്ല കവിത എന്നെ ഹോണ്ട് ചെയ്തു. ഇറ്റ് ഇസ് എ മാസ്റ്റർ പീസ് ഓഫ് പ്രൊഫസർ മൻസൂർ നായർ, നാറാണത്ത് ഭ്രാന്തൻ. ഞാനൊന്ന് ചൊല്ലാം. 12 മക്കളെ പെറ്റൊരമ്മേ, ലവ്ലി ഇസ്ന്റ് ഇറ്റ്? നിന്റെ മക്കളിൽ ഞാനാണു ഭ്രാന്തൻ, 12 രാശിയും നീറ്റുമമ്മേ. അമ്മ കേൾക്കുന്നുണ്ടല്ലോ? നിന്റെ മക്കളിൽ ഞാനാണ് അനാഥൻ, എന്റെ സിരയിൽ നുരയ്ക്കും പുഴുക്കളില്ല, കണ്ണിലിരവിന്റെ പാഷാണ തിമിരമില്ല, ഉള്ളിൽ അഗ്നികോണിൽ കാറ്റുരഞ്ഞ് തീചീറ്റുന്ന നഗ്നമാം ദുസ്വർഗ കാമമില്ല, വാഴ്വിൽ ചെതുമ്പിച്ച വാതിലുകൾ അടയുന്ന പാഴ്നിഴൽ പുറ്റുകൾ കിതപ്പാറ്റി ഉടയുന്ന ചിടകെട്ടി കേവലത ധ്യാനത്തിൽ ഉറയുന്ന ചുടുകാട്ടിലെരിയാതെരിഞ്ഞ തിരിയ നേരു ചികയുന്ന ഞാനാണു ഭ്രാന്തൻ, മൂകമുരുകുന്ന ഞാനാണു മൂഢൻ, നേരു ചികയുന്ന ഞാനാണു ഭ്രാന്തൻ, മൂകമുരുകുന്ന ഞാനാണു മൂഢൻ, കോയ്മയുടെ കോലങ്ങൾ എരിയുന്ന ജീവിത ചുടലയ്ക്കു കൂട്ടിരിക്കുമ്പോൾ. രാമ 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 രാമ. അച്ഛന് ജീരവെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. രാത്രി വലിവോ മറ്റോ വന്നാ വിളിക്കാൻ മടിക്കണ്ട. ഒന്നും വരില്ല, മോള് വാതിലടിച്ച് പോയി കിടന്നു. രാമ 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 രാമ. പാലത്തിലേക്ക് ലോറി കയറിയതും കണ്ണിന് നേരെ ഒരു വെളിച്ചം അടിച്ചതും മാത്രം ഓർമ്മയുണ്ട്. പിന്നെ മുഴുവൻ ഇരുട്ടായിരുന്നു. ഏതോ കാട്ടുമൂലയിൽ ഒരു ആശ്രമത്തിൽ വെച്ചാ എനിക്ക് ഓർമ്മ വന്നത്. തലയ്ക്കും കാലിനും നല്ല പരിക്കുണ്ടായിരുന്നു. ഒരുതരം മരവിപ്പായിരുന്നു, ഒന്നും ഓർക്കാൻ കഴിയാത്ത പോലെ. സത്യത്തിൽ ഇതൊരു പുനർജന്മമാണ്. ഇവിടെ വന്നു കയറുന്നവരെ നീ ജീവിച്ചിരിപ്പില്ലെന്നാണ് വിചാരിച്ചത്. അച്ഛന് നീ ഒരു പുനർജന്മ. എന്നെ രക്ഷിച്ചവരുടെ പേര് പോലും എനിക്കറിയില്ല. ആ ആശ്രമത്തിലാകെ 4-5 പേരേ ഉള്ളൂ. അവരെന്നെ എങ്ങോട്ടും വിട്ടില്ല. എന്തൊക്കെയോ നാടൻ മരുന്നുകൾ തരും. വെച്ചുകെട്ടലും വേദനയും ബോധം മറിയലും. ഓ മതി, ഇനി ഒന്നും ഓർക്കണ്ട. ഈശ്വരനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, ശരിക്കും മനസ്സിലായി. അമ്മണി, എനിക്ക് അവളെ ഒന്ന് കാണണം. നേരം വെളുക്കട്ടെ, നമുക്ക് എല്ലാവർക്കും കൂടി പോവാം.